ഹലോ, 6 മാസം മുതൽ 1 വയസ്സ് വരെയുള്ള കുട്ടികളുടെ ഫ്രോക്കിൻ്റെ കട്ടിങ് വീഡിയോ ആണിത്. ഇതിൽ ഞാൻ സ്റ്റിച്ചിങ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷേ എൻ്റെ കയ്യിൽ നിന്ന് അത് ഡിലീറ്റ് ആയിപ്പോയി. അപ്പം ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോട്ടൽ ക്ലോത്തിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത്, അതായത് വീതി എന്ന് പറയുന്നത് 26 ലെങ്ത്ത് 8.5 വേണ്ടത്. അപ്പോൾ ഈ 26 വീതിയുള്ള തുണീനെ 4ആയി മടക്കണം. 4ആയി മടക്കിയിട്ടാണ് ബോഡി പാർട്സിലെ അളവൊക്കെ നമ്മൾ അടയാളപ്പെടുത്തുക. അപ്പോൾ ഇതിൽ എൻ്റേത് 8.5 ഞാൻ അടയാളപ്പെടുത്തിയിട്ട് ബാക്കിയുള്ള പീസ് കട്ട് ചെയ്ത് കളയാണ് ചെയ്യുന്നത്. നീളം 8.5 അടയാളപ്പെടുത്തിയിട്ട് ബാക്കി വന്ന പീസ് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞു. പിന്നെ വീതി 24നെ 4 കൊണ്ട് ഹരിച്ച് 6.5 കിട്ടും. അപ്പം വീതി 6.5 അടയാളപ്പെടുത്തിയിട്ട് ബാക്കി ബാലൻസ് ഉള്ളത് അതും കട്ട് ചെയ്ത് കളയാണ്. അപ്പോൾ നമുക്ക് ബോഡി പാർട്ടിന് ഈ 2 അളവാണ് വീതിയും നീളമായിട്ട് വരുന്നത്. പിന്നെ ഉള്ളത് നമ്മളെ നെക്കിൻ്റെ വീതി എന്ന് പറയുന്നത് 2. അപ്പം കഴുത്തകലം അത് 2. അതേപോലെ കഴുത്തിറക്കം വരുന്നതും 2 വരുന്നത്. അത് നിങ്ങൾക്കൊരു 3 വരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പോകാവുന്നതേ ഉള്ളൂ. 2 മെയിനായിട്ട് കഴുത്തിറക്കം വരുന്നത്. പിന്നെ നമ്മൾ ബാക്കിൽ സിബ് ബോഡി വെച്ച് കൊടുക്കുന്നുണ്ട്, അപ്പോൾ 2 മതിയാവും. അപ്പോൾ ഞാനിവിടെ വീനക്കാണ് കൊടുക്കാൻ വേണ്ടി വിചാരിക്കുന്നത്. അപ്പം വീതിയും നീളവും 2 അടയാളപ്പെടുത്തിയതിന് ശേഷം അതിനെ ജസ്റ്റ് ക്രോസ് ആയിട്ട് വരച്ചു കൊടുത്തിട്ടാണ് വീനക്ക് ചെയ്യുന്നത്. പിന്നെ ഷോൾഡർ വരുന്നത് 2 വരുന്നത്, ആം ഹോൾ വരുന്നത് 4 വരുന്നത്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ളത് നമ്മൾ ആദ്യം അടയാളപ്പെടുത്തി കൊടുക്കുക. അതിന് ശേഷം ആം ഹോളിൽ വരുന്ന ഒരു വൈഡായിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പം വീഡിയോയിൽ കാണുന്നത് പോലെ ഒന്ന് വരച്ചു കൊടുക്കുക. അപ്പോൾ ഇത് വരച്ചു കൊടുത്തതിന് ശേഷം പിന്നെ നമ്മൾ ഞാനിപ്പം സെപ്പറേറ്റ് നമ്മൾ തയ്യൽ തുമ്പൊന്നും ആഡ് ചെയ്ത് കൊടുക്കുന്നില്ല. കറക്റ്റ് അളവ് എങ്ങനെയാണോ ആ അളവിൽ തന്നെയാണ് തയ്യൽ തുമ്പോട് കൂടിയിട്ടുള്ള അളവാണിപ്പോൾ ഉള്ളത്. അപ്പം ഈ അളവൊക്കെ നമുക്ക് മാർക്ക് ചെയ്തതിന് ശേഷം താഴെ ജസ്റ്റ് ഒരു 6 കൂടി, അതായത് ഹിപ്പിൻ്റെ ഭാഗം എന്ന് പറയും, അതായത് ബോഡി പാർട്ടിൻ്റെ ഏറ്റവും താഴത്തെ ഭാഗത്ത് ഒരു 6 കൂടി അടയാളപ്പെടുത്തിയിട്ട് അതിനെ ജസ്റ്റ് ഒന്ന് ആം ഹോളിൻ്റെ തട്ടത്ത് നിന്ന് ആ താഴെ അടയാളപ്പെടുത്തിയതിലേക്ക് ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ചെയ്ത് വരച്ചു കൊടുത്തിട്ട് അതും കൂടി ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം നമ്മൾ കഴുത്ത് കട്ട് ചെയ്യാണ്ട് ആം ഹോളും സൈഡും ഒക്കെ ഒന്ന് കട്ട് ചെയ്യാണ്. കാരണം കഴുത്ത് കട്ട് ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പം മുന്നിലത്തെ ബാക്കിലത്തെ പീസും ഫ്രണ്ടിലത്തെ പീസും ഉണ്ടല്ലോ. അപ്പോൾ ബാക്കിലൊരു റൗണ്ട് നെക്ക് കൊടുക്കാമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇപ്പം തന്നെ വീനക്ക് ഫ്രണ്ടിൽ വരച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിലും വീനക്കായിട്ട് വരും. അതുകൊണ്ട് ഫ്രണ്ടിലത്തെ, അതായത് കഴുത്ത് മാത്രം കട്ട് ചെയ്യുന്നില്ല, കഴുത്ത് കട്ട് ചെയ്യാണ്ട് ആം ഹോൾ കട്ട് ചെയ്ത് പിന്നെ സൈഡൊക്കെ കട്ട് ചെയ്ത് മാറ്റുന്നത്. അത് മാറ്റിയതിന് ശേഷം ആണ് നമ്മൾ 2 തുണിയും വേറെ വേറെ ആക്കിയിട്ട് കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. അങ്ങനെ നമ്മൾ ഫ്രണ്ടിലത്തെ ഭാഗവും ബാക്കിലത്തെ ഭാഗവും സെപ്പറേറ്റ് ആക്കി വെച്ചു. ഇനി നമ്മൾ ബാക്കിലത്തെ കഴുത്തിന് കൊടുക്കാൻ പോകുന്നത് റൗണ്ട് നെക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ അളവ് എന്ന് പറയുന്നത്, അതിൻ്റെ ബാക്കിൽ നമ്മൾ കൊടുക്കാൻ പോകുന്ന അളവ് എന്ന് പറയുന്നത് വീതി 2 കഴുത്തിൻ്റെ നീളം 3 കൊടുക്കുന്നത്. അതിന് വീനക്ക് കട്ട് ചെയ്ത് മാറ്റി അതിന് ശേഷമാണ് ഞാൻ ബാക്കിലത്തെ കഴുത്ത് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്കിൽ വീതി 2 ലെങ്ത്ത് 3 കൊടുക്കുന്നത്. അപ്പം ഞാൻ കഴുത്തും കട്ട് ചെയ്തു. അപ്പോൾ ഇനിയിപ്പം ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫ്രോക്കാണ്, അപ്പോൾ അതിൻ്റെ ഞൊറിവ് വരുന്ന ഭാഗമില്ലേ, അതാണ് വേണ്ടത്. അതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 9.5 ലെങ്ത്ത് വരുന്നത്. വീതി വരുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ 35 വീതി എടുക്കുന്നത്. ഇതത്ര പെർഫെക്റ്റ് ആയിട്ടുള്ള വീഡിയോ എന്നല്ല, കുറച്ച് മിസ്റ്റേക്കുകളും കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഞാൻ എൻ്റെ അറിവിലുള്ള ആൾക്കാർക്കും കുറച്ച് കസ്റ്റമേഴ്സിനും ചെയ്ത് കൊടുക്കുന്നു എന്നല്ലാണ്ട് ഞാൻ അത്ര വലിയ രീതിക്കൊന്നും ആയില്ല. അപ്പം അതിൻ്റേതായ പരിമിതികളും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. അപ്പം നമ്മൾ ഈ വീതി കൂടി നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം. നമ്മൾ
ഫ്രോക്കിൻ്റെ ഞൊറിവിടുന്ന ഭാഗം കട്ട് ചെയ്തു. അതിൻ്റെ വീതി വരുന്നത് 35, നീളം ഞാൻ പറഞ്ഞ പോലെ തന്നെ 9.5. അത് ഞാനിങ്ങനെ ജസ്റ്റ് ഫ്രില്ലിട്ട് വരുന്നത് രീതിക്കുള്ളതാണ്. എൻ്റെ ഒരു അഭാഗ്യവശാൽ എന്ന് പറയാം, ഞാൻ എടുത്ത് വെച്ച വീഡിയോ ഒക്കെ ഡിലീറ്റായി പോയി സ്റ്റിച്ച് ചെയ്യുന്നത്. അപ്പം അതിൻ്റെയൊക്കെ ചെറിയ പീസുകൾ മാത്രമേ ഉള്ളൂ. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ലീവ് ഞാനൊരു ക്യാപ്പ് സ്ലീവ് പോലെ വെക്കാമെന്ന് വിചാരിച്ചിട്ടുള്ളത്. എന്തോ റഫിൾഡ് ക്യാപ്പ് സ്ലീവോ അങ്ങനെ എന്തോ ഞാൻ പേര് കണ്ടത്. ഞാൻ പിൻട്രസ്റ്റിലൊക്കെ നോക്കിയ സമയത്ത് അങ്ങനെ കിട്ടിയതാണ്. അപ്പോൾ ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. ഞാൻ ഇത് ആദ്യമായിട്ട് ട്രൈ ചെയ്യുന്നതാണ്. അപ്പോൾ സംഭവം എനിക്ക് നല്ലതായിട്ട് തോന്നി, ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എത്ര മെഷർമെൻറ്റ് എടുക്കണം എന്നുള്ളതൊന്നും എനിക്കറിയില്ല. എന്നാലും ഞാൻ എൻ്റെ ഏകദേശം ഒരു രൂപത്തിൽ ഞാൻ അതിൻ്റെ വീതി 8ഉം നീളം ഒരു 4ഉമാണ് എടുത്തിട്ടുണ്ടായത്. അപ്പം ഞാനിപ്പോൾ വീഡിയോയിൽ കാണിച്ചു തരുന്നുണ്ട് എങ്ങനെയാണ് ഇത് സംഭവം വരുന്നത് എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ നെക്കിൻ്റെ ഭാഗത്തൊക്കെ ഒരു ബീഡ്സ് വർക്കും കൂടി ആഡ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ഫുള്ളായിട്ട് ബീഡ്സ് വർക്ക് കൊണ്ട്, അതായത് പ്ലീറ്റ് വരുന്ന ഭാഗം ഒഴികെ ബാക്കി ബോഡി പാർട്ട് ഫുള്ള് ബീഡ്സ് വർക്ക് ചെയ്യണമെന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു. എന്തോ എനിക്കത് പറ്റിയില്ല. അതുകൊണ്ട് തന്നെ ഞാൻ ലാസ്റ്റത്തെ സമയമാകുമ്പോൾ ഡ്രസ്സിൻ്റെ ഒരു ഔട്ട്ഫിറ്റ് ഒരു ഐഡിയ മാറ്റി. പിന്നെ ഇതിൽ പല പരിമിതികളും ഉണ്ടാവും, പല തെറ്റുകളും ഉണ്ടാവും. എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെന്നാണെങ്കിൽ നിങ്ങളൊക്കെ ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബൈ.